ഇൻഷുറൻസ് ക്ലെയിം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ക്ലെയിം സബ്മിറ്റ് ചെയ്യാൻ തന്നെ ആഫ്റ്റർ 6 months നമ്മൾ നടക്കുള്ളൂ. കാരണം പോലീസ് സ്റ്റേഷനിലെ പേപ്പേഴ്സുകൾ കംപ്ലീറ്റ് ആവാൻ തന്നെ ഏകദേശം ഫൈനൽ റിപ്പോർട്ടും ചാർജ് ഷീറ്റും റെഡി ആവാൻ തന്നെ ഏകദേശം ഒരു 6 മാസം പിടിക്കുന്നുണ്ട്. പിന്നെ ചില കേസുകൾ നമ്മൾ നേരത്തെ ചെയ്യാൻ പറ്റും. നേരത്തെ ഫൈനൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊപ്പം തന്നെ ചെയ്യാം, അതല്ലാതെയും ഫയൽ ചെയ്യാം. പക്ഷേ അത് പൂർണ്ണമാകുക എന്ന് പറയുന്നത് ചാർജ് ഷീറ്റ്, ഫൈനൽ റിപ്പോർട്ട്, പോലീസ് റിപ്പോർട്ടോട് കൂടിയിട്ട് മാത്രമേ അതിൻ്റെ അത് പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്ലെയിം ചെയ്തതിന് ശേഷം എതിർ കക്ഷികൾക്ക് നോട്ടീസ് പോകും. എതിർ കക്ഷികൾ നോട്ടീസ് പോകുക എന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ ഡ്രൈവർക്ക്, RC ഓണർക്ക്, ഇൻഷുറൻസ് കമ്പനി, ഈ 3 എതിർ കക്ഷികൾക്കും നോട്ടീസ് പോകുമ്പോൾ പലപ്പോഴും നോട്ടീസ് അവർക്ക് ചില ആളുകൾ RC ഓണർ ഗൾഫിൽ പോയതുണ്ടാവും, ചില ആളുകൾ മരിച്ചുപോയ ആളുകളുണ്ടാവും. അപ്പോൾ ആ നോട്ടീസ് സെർവ് ചെയ്യുന്നതിൽ ഒരു കാലതാമസം. ഒരുപാട് പ്രൈവറ്റ് ഇൻഷുറൻസുകളുണ്ട്. അത് എറണാകുളത്തോ ചെന്നൈയിലേക്കോ നമ്മൾ നോട്ടീസ് അയക്കണം. അത് അവിടെ പോയി തിരിച്ച് എത്തി എന്നതിന് ശേഷം കമ്പനിയുടെ പ്രതിനിധികൾ കോടതിയിൽ ഹാജരാവുള്ളൂ. അത് ഒരു ഡിലേ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇൻഷുറൻസ് കമ്പനിയുടെ പിന്നെ അവരുടെ എൻക്വയറി ഉണ്ടാവും. അവർ സ്പോട്ടിൽ വന്നും അവരുടെ എൻക്വയറി പൂർണ്ണമായി കണ്ട് റിപ്പോർട്ട് കമ്പനി കൊടുത്താൽ മാത്രമേ അത് ഫിറ്റാണോ അൺഫിറ്റാണോ, കമ്പനിക്ക് ലാബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ഇൻഷുറൻസ് കമ്പനിക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിലാണ് ഏറ്റവും കൂടുതൽ കാലതാമസം വരുന്നത്. എന്നതിന് ശേഷം പിന്നെ എവിഡൻസിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഒരു പ്രോസസ്സ് വരുമ്പം തന്നെ ഏകദേശം 1.5 years നമുക്ക് എടുക്കുന്നുണ്ട് നോർമലായിട്ടോ. ചില കേസുകൾ പെട്ടെന്ന് വരുന്നുണ്ട്. ഈ ഒരു ടൈമാണ് ഇതിൻ്റെ ഒരു ഡിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം.